നമ്മുടെ കുട്ടികൾക്കായി 10 കൽപ്പനകൾ. 1. സംഗീതവും ഗീതയും പാഠ്യഭാഗമാക്കണം. 2. കുട്ടികളിൽ നല്ല നടപ്പിന് വഴിതെളിക്കണം. 3. ഈശ്വര ചിന്തയിലും പ്രാർത്ഥനയിലും ജീവിക്കണം. 4. ലഹരി വിമുക്ത ഭാരതം, ലോകം മുഴുവനും തന്നെ അത് വരണം. 5. സ്ത്രീകളെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. നിലവിളക്കും കരിവിളക്കും തിരിച്ചറിയണമല്ലോ. 6. കുടുംബ സംഗമങ്ങൾ സംഗീതമയമാക്കണം. അപ്പോൾ കൂടുമ്പോൾ ഇമ്പമുണ്ടാകും. 7. നാട്ടിൽ അക്രമവും കൊലയും ഇല്ലാതാകണം. 8. ആത്മഹത്യകൾ തടയണം. 9. ശ്രീ അല്ലെങ്കിൽ സ്ത്രീ മാത്രം ധനമാകണം. 10. എല്ലാ ഈശ്വരന്മാരും ഒന്ന് തന്നെ, പക്ഷേ വിശ്വാസം പലത് മാത്രം. പ്രളയവും അഗ്നിയും കലിയുഗം വിഴുങ്ങി തുടങ്ങി. ഇനി സത്യവും ധർമ്മവും നിലനിൽക്കണമെങ്കിൽ പ്രകൃതിയെ പ്രാർത്ഥിച്ചു മാത്രം ജീവിക്കണം. കാൽ ചുവട്ടിൽ നിന്നും എല്ലാം ഒലിച്ചു പോകാതെ തടഞ്ഞു നിർത്താൻ അതിന് കഴിയും. പിന്നീട് ജീവന്റെ അംശം ജനാർദ്ദന അവതാരമായി പുനർജനിക്കും. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശാസ്ത്രം മാത്രം പഠിച്ചാൽ പോരാ, ഇതിഹാസങ്ങളും വേദങ്ങളും കൂടി മനസ്സിലാക്കണം. സ്ത്രീയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നിടത്ത് മാത്രമേ ശ്രീ പത്മനാഭസ്വാമിയുടെ സാന്നിധ്യം വരികയുള്ളൂ. ലക്ഷ്മി ദേവിയുടെ വാസം ഉള്ളിടങ്ങളിൽ സ്വാമിയും വസിക്കും. അനന്തപുരം വാഴും ശ്രീ പത്മനാഭ, തിരുവോണവില്ലുമായി കണ്ണനെ കണ്ടു. പഴവങ്ങാടി ഗണപതിയും ശ്രീകണ്ഠേശ്വരത്തപ്പനും ഹൃദ്യമായി. അൽപശി പൈങ്കുനി ഉത്സവങ്ങൾ കൊടിയേറി തിരുവാറാട്ടിൽ മുന്നിദേവന്മാർ. 33 ദേവന്മാർ. തിരു അനന്തപുരം വാഴും ശ്രീ പത്മനാഭ. ായിരം സാളഗ്രാമ കടുശർക്കരയോഗം. ഗന്ധകീ നദീതാള അനന്ത തൽപ്പത്തിൽ നാഭിയിൽ നിന്നുയരും കമല ബ്രഹ്മ ഓംകാരം. നരസിംഹമൂർത്തിതൻ ഉഗ്രവിശ്വരൂപം കൺകുളിരേ ഞാൻ കണ്ടു. ദേവാ കൺകുളിരേ ഞാൻ കണ്ടു. തിരു അനന്തപുരം വാഴും ശ്രീ പത്മനാഭ.
നിവേദ്യവും തിരുവാഭരണയോഗം പാലാഴിയും സോപാനവും കടന്നു സ്വർഗവാതിൽ ഏകാദശി നാളിൽ പ്രണവമാറ്റൊലിനാദം ഒറ്റക്കൽ മണ്ഡപത്തിലാ ദിവ്യരൂപം കണ്ണാ ഞാൻ കണ്ടു കൺകുളിരേ നിൻ ദിവ്യരൂപം തിരു അനന്തപുരം വാഴും ശ്രീ പത്മനാഭ തിരുവോണവില്ലുമായി കണ്ണനെ കണ്ടു പഴവങ്ങാടി ഗണപതിയും ശ്രീകണ്ഠേശ്വരത്തപ്പനും ഹൃദ്യമായി അൽപശി പൈങ്കുനി ഉത്സവങ്ങൾ കൊടിയേറി തിരുവാറാട്ടിൽ ദേവന്മാർ 33 കോടി ദേവന്മാർ. നമസ്കാരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മൾ ഇപ്പോൾ കാണുന്ന രീതിയിൽ പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ അനിഴന്തിനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ്. ഒരു 300 വർഷം പഴക്കമാണ്. പക്ഷെ അതിനു മുൻപ് തന്നെ മഹാഭാരതത്തിൽ ഭാരതയുദ്ധം നടക്കുന്ന സമയത്ത് ബലരാമൻ സഹോദരങ്ങൾ തമ്മിൽ അടിക്കുന്നത് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് പത്മതീർത്ഥത്തിൽ കുളിച്ച് പത്മനാഭസ്വാമിക്ക് കൊമ്പിൽ വെള്ളി കെട്ടിയ ഒരു പശുവിനെ നടക്കി വെച്ചു എന്ന് റെഫറൻസ് ഉണ്ട്. അപ്പോൾ വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. പക്ഷെ ഇന്നത്തെ രീതിയിൽ കെട്ടിത്തീർത്തത് ഒരു 300 വർഷത്തിൽ കൂടുതൽ. സ്വാതിരുന്നാൾ ഒരു പരമഭക്തനായിരുന്നു. എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരായിരുന്നു. പക്ഷെ സ്വാതിരുന്നാൾ ഒരു പരമഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉത്സവ പ്രബന്ധം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണെന്ന് ആറാട്ടിൻ്റെ 10ാം ദിവസം ഒരു കീർത്തനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സരസിജനാഭ നിൻ ചരണസേവയാൽ ധന്യതരമായി ജന്മമഹോ. അപ്പൊ ഭഗവാനെ സേവിക്കുന്ന ആ ഒരു കാര്യം മാത്രം കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാണ്, അനുഗ്രഹീതമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ് തോന്നി വരുന്ന. ആ ഒരു മഹാഭാഗ്യം നമ്മുടെ കയ്യിൽ കൊണ്ട് തന്നത് ഭഗവാനാണ്. അപ്പോൾ ഭഗവാന്റെ ഒരു കഥ നിങ്ങളിങ്ങനെ സംപ്രേഷണം ചെയ്യുന്നു എന്നുള്ളതിന് അത് ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാനേ ഉള്ളൂ. ഗുരുജി, സത്സംഗത്തിന് സമയമായി. ഭക്തരെല്ലാം അങ്ങേ കാത്തിരിക്കും. ശരി, വന്നാൽ നമുക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. കുട്ടികളെ, ഇന്ന് സ്വർഗവാതിൽ ഏകാദശിയാണ്. ലോകരക്ഷകനായ ശ്രീ പത്മനാഭസ്വാമിയെ 3 വാതിലിലൂടെയും ദർശിച്ച് അനുഗ്രഹം നേടിയാൽ പ്രഹ്ലാദനെ പോലെ വിഷ്ണുപാദം പുൽകാം. തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട്. അതിരിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാരാണ്? കൊച്ചു കുഞ്ഞുങ്ങളെ അവരിതാ അറിയുന്നത്. അല്ല കുഞ്ഞെ, ശ്രീ പത്മനാഭസ്വാമി തന്നെയാണ് 10 അവതാരങ്ങളും എടുത്ത പൊന്നു തമ്പുരാൻ വാഴുന്നില്ല. കോടിക്കണക്കിന് രത്നങ്ങളും പവിഴങ്ങളും തങ്കവും എല്ലാം ഈ അമ്പലത്തിലെ നിലവറകൾക്കുള്ളിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഗുരുജി, ഇവിടെ ആരോ ദശാവതാരത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗുരുജി, ഏതൊക്കെയാണ് ആ 10 അവതാരങ്ങൾ? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി, പിന്നെ
പ്രളയം കഴിഞ്ഞ് ജനാർദ്ദനാവതാരം ആയതിൽ നരസിംഹാവതാരം ഉഗ്രശക്തിയുള്ളതാണ്. രാത്രികാലങ്ങളിൽ ചങ്ങലയുടെ കിലുക്കം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിൽ നിന്നും കേൾക്കാറുണ്ട്. നരസിംഹ അവതാരവും ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഗുരുജി, ഏത് വർഷമാണ് സ്വാതി തിരുനാൾ മഹാരാജാവ് ജനിച്ചത്? 1813 ഏപ്രിൽ 16 തിരുമനസ് ജനിച്ചത്. 34 വർഷമേ ജീവിച്ചിരുന്നുള്ളൂ. പക്ഷേ സംഗീതത്തിനും പ്രജകൾക്കും ഒട്ടനവധി സംഭാവനകൾ ചെയ്തിട്ടാണ് കാലയവനികയ്ക്കുള്ളിൽ അദ്ദേഹം മറഞ്ഞത്. ശ്രീ പത്മനാഭസ്വാമിയുടെ കീർത്തനങ്ങളും ചരിത്ര പുസ്തകങ്ങളും അമ്പലത്തിലെ ഉത്സവ കൃതികളും എല്ലാം പ്രസിദ്ധമാണ്. ആ കൃതികൾ വരും തലമുറയ്ക്ക് സംഗീതം പഠിക്കുവാനുള്ള വഴികാട്ടിയായി. ഈ പ്രപഞ്ചം ഒരു പ്രത്യേക താളത്തിലാണ് താരാട്ടുപാടി നമ്മെ എല്ലാം ഉറക്കുന്നത്. ഗുരുജി, തിരുമനസിനെ ഗർഭശ്രീമാൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാ? ഗർഭത്തിൽ വെച്ച് തന്നെ ഐശ്വര്യത്തിന് അവകാശിയായി എന്നർത്ഥം. തിരുമനസ് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വ്യക്തിയായിരുന്നു. ഒരു പ്രത്യേക സ്വപ്നലോകം വാർത്തെടുത്തു. വരും തലമുറയിലെ കുട്ടികൾ വഴിതെറ്റിപ്പോകാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാതിരിക്കാൻ സംഗീതം 3 വയസ്സ് മുതൽ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. ഗുരുജി, ആധുനിക കാലത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ കുട്ടികൾ അഡിക്റ്റ് ആകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? കുട്ടികളിൽ ലക്ഷ്മി കടാക്ഷവും ഈശ്വര ചിന്തയും വളർത്തിയെടുക്കണം. ഏതു ജാതിയായാലും മതമായാലും അവരവർ വിശ്വസിക്കുന്ന വേദങ്ങൾ തന്നെ പഠിപ്പിക്കണം. വരും തലമുറ ബധിരരും മൂകരുമാകാൻ സാധ്യതയുണ്ട്. പരസ്പരം സംസാരം കുറയുന്നതാണ് ഒരു കാരണം. കൊള്ളയും കൊലയും ആത്മഹത്യകളും തടയാൻ എന്താണ് ചെയ്യേണ്ടത് ഗുരുജി? സംഗീതവും ഗീതയും പഠിച്ചാൽ പഴമ കൈവിടാതെ പുതുമയിൽ ജീവിക്കാം. സംഗീതം ലഹരിയാക്കണം. അതെ, സ്വാതി തിരുനാൾ തിരുമനസ് അങ്ങനെയായിരുന്നല്ലോ. ഗുരുജി, വർദ്ധിച്ചു വരുന്ന പ്രമേഹം പോലുള്ള രോഗങ്ങൾ എങ്ങനെ തടയാൻ കഴിയും? ശൈലീകൃത ജീവിതം വേണം. ആഹാര രീതി ക്രമപ്പെടുത്തണം. അമിതാഹാരം വേണ്ടേ വേണ്ട. അസൂയയും കുശുമ്പും ആർത്തിയും ഞാനെന്ന ഭാവവും കൈവെടിഞ്ഞാൽ, അസുര സ്വഭാവങ്ങൾ മാറ്റി നിർത്തിയാൽ ബന്ധങ്ങളിൽ വിള്ളൽ വരാതെയും അസുഖങ്ങൾ വരാതെയും കാലം കഴിക്കാം. ഗുരുജി, ഇക്കാലത്ത് എല്ലാവർക്കും ടെൻഷൻ കുറയാനുള്ള ഒരു ഉപായം പറഞ്ഞു തരാമോ? ഏത് പ്രായത്തിലും കലയും സംഗീതവും കൂടെ കൂട്ടുക. എല്ലാ ഉദ്യോഗസ്ഥർക്കും ആഴ്ചയിൽ ഒരു ദിവസം മാനസികോല്ലാസത്തിനായി സംഗീത സദസ്സ് സംഘടിപ്പിക്കുക. സമുദ്രത്തിലെ, അതായത് പാലാഴിയിലെ തിരമാലകളുടെ അലയടികൾ പത്മനാഭസ്വാമിയുടെ അനന്തശയനത്തെ താളലയത്തിൽ നിലനിർത്തുന്നുണ്ട്. രാഗവും താളവും കൈവിടാതെ ശ്രീ പത്മനാഭസ്വാമിയെ സദാ പ്രാർത്ഥിക്കുന്ന ഒരാൾക്കും വഴിപിഴക്കത്തില്ല. വ്രതാനുഷ്ഠാനങ്ങളിലൂടെ വർഷങ്ങളായി ശ്രീ പത്മനാഭസ്വാമിയെ ആരാധിക്കുന്ന ഒരു ദാസിയുടെ അനുഭവകഥ ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് സംഗീത കോളേജിൽ BA സംഗീതം പഠിച്ചിരുന്ന ലക്ഷ്മി എന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പാട്ടിലും സൗന്ദര്യത്തിലും ആകൃഷ്ടനായ റാം എന്ന ചെറുപ്പക്കാരൻ 3 വർഷം അവളെ പ്രണയിച്ചു. അവസാനം ഫെയർവെൽ അടുത്തു. ഇവിടെ കാണുന്നില്ലല്ലോ. ദേവ് വന്നു റാം. കണ്ണും കണ്ണും ചിരി. കാര്യങ്ങളൊക്കെ എന്തായി വെച്ചാ അളയാ? റാം, ഇന്ന് ഫെയർവെല്ലാണ്. ഇതിനു വേണ്ടി തന്നെയാടാ ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. നമുക്കിന്ന് പൊളിക്കണം. അല്ല, ഇപ്രാവശ്യം എന്തായാലും കലക്കോടാ. ദേ നോക്ക്, ലക്ഷ്മി, നിന്നെ കാണാൻ ഒരാൾ വന്നു. 3 വർഷം കഴിഞ്ഞു.
ഇപ്പോഴും പിറകെ നടക്കുന്നു. ഇനിയെങ്കിലും ആ പാവത്തിനെ ഒന്ന് നോക്കണേ മോളെ. പെൺകുട്ടികളായ ഇത്ര ചാട പാടില്ല. അത് ശരിയാ. ആ നോക്കാം. റാം, നാളെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വരാവോ? അതിനെന്താ, വരാലോ. ഇന്ന് എന്തായാലും നടക്കും. നിന്റെ സമയം തെളിഞ്ഞു മോനെ. ആരെയാ കാത്തു നിൽക്കുന്നത്? എൻ്റെ കൂട്ടുകാരി ഇപ്പോൾ വരും. ആ, ഇങ്ങനെ അധികസമയം നിൽക്കാൻ പാടില്ല. വേഗം തൊഴുതു മടങ്ങുക. ഓക്കെ സാർ. ക്യൂ പാലിച്ച് നിന്ന് അകത്തോട്ട് പോകാം കേട്ടോ. ഇന്ന് സ്വർഗവാതിൽ ഏകാദശിയാണ്. നല്ല തിരക്കാണ്. അതെയോ? സോറി, ഞാൻ താമസിച്ചു പോയി. വഴിയിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. സാരമില്ല, വന്നുവല്ലോ, സന്തോഷം. വരൂ, നമുക്ക് അകത്തേക്ക് പോവാം. ആ, തൊഴുതിട്ട് വരാം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഒരു ലക്ഷ്യത്തിലെത്താനുള്ള തിരക്ക് കാരണം ഒന്നും പറയാതെ നടന്നതായിരുന്നു. എന്റെ സ്വപ്നം വലിച്ചു, സമാധാനമായി. ഏതോ ജന്മബന്ധം പോലെ ഇപ്പൊ തോന്നുന്നു. ഞാനൊരു സമ്മാനം തരട്ടെ? ആ കൈയൊന്നിട്ടു. റാം, ഒന്ന് നിൽക്കൂ. നന്നായിട്ടുണ്ടല്ലോ. ലക്ഷ്മി തുന്നിയതാണോ? സ്വരൂപിണി ചിലങ്കയണിയുനി സൗപർണികയിൽ നടനമാടി വെള്ളാരക്കല്ലുകൾ മുത്തുമണികളായി മൂകാംബികേ ദേവി മൂകാംബികേ മൂകാംബികേ ദേവി മൂകാംബികേ മൂകാംബികേ ദേവി മൂകാംബികേ മൂകാംബികേ ദേവി മൂകാംബികേ. മോനെ മോനെ കഥക് തുറക്ക്. ഒത്തിരി സമയായി, എണീക്ക്. നേരം വെളുത്തു. ചേച്ചി, അവൻ ഇതുവരെ എണീറ്റില്ലേ? അവന് ബാങ്കിൽ പോകണ്ടായോ? അല്ലെങ്കിലും ഈയിടെയായി ഇച്ചിരി മടി കൂടുതലാ. ആ, ഈ വെളുപ്പിനെ കാണാൻ സ്വപ്നം വലിക്കുമെന്ന് പറഞ്ഞ സത്യമാണോ വല്യമ്മേ? അതേ ചക്കരെ, ശരിക്കും വലിക്കും. ഇന്ന് പക്ഷെ ഓഫീസിൽ പോണ്ടേ? ഇന്ന് തിങ്കളാഴ്ചയാണ്. ഭയങ്കര തിരക്കായിരിക്കും റോഡില്. അതെ. പെട്ടെന്ന് റെഡിയാവോ. അമ്മ, അവരിങ്ങെത്തി. അവൾ റെഡിയായോ? ആ മോനെ റെഡിയായി.
നമസ്കാരം. നമസ്കാരം. എല്ലാരും വരണം. എല്ലാരും അതോട്ടിരിക്കുക. വരണം. എങ്ങനെയാ ഞങ്ങളുടെ ചെക്കനെ മയക്കിയെടുത്ത്? ആരുടെ മുഖത്ത് നോക്കാത്ത ആളാ. എന്റെ മോൻ എത്ര കല്യാണാലോചനകളാ വരുന്നത്. കുട്ടിക്ക് മോളെ മാത്രം മതി എന്നാ പറയുന്നത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവന്റെ ഇഷ്ടമല്ലേ അത് തന്നെ നടക്കട്ടെ എന്ന്. ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. 10-12 ഒന്നും ഇല്ലല്ലോ. ആകെ ഒരു ആൺതരിയല്ലേ ഉള്ളൂ. മോളെ ഇന്ന് ലീവാണോ? ആ അതെ. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. തിരുവാതിര എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാം. പാർവതി, മോളെ വിളിക്കാമല്ലോ. ശരി ചേട്ടാ. നിങ്ങളുടെ കുട്ടിക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. കാര്യങ്ങളൊക്കെ മുറക്കി നടക്കട്ടെ. ഞങ്ങൾക്കൊരു ഡിമാൻഡുണ്ട്. സിറ്റിയിൽ വെച്ച് കല്യാണം നടത്തണം, അതും വളരെ ആർഭാടമായി. ആയിക്കോട്ടെ. ഇപ്പൊ എന്തായി? ഞാൻ അന്നേരെ പറഞ്ഞില്ലേ ഈ കല്യാണം വേണ്ടെന്ന്. ആ ചെറുക്കന്റെ ആൾക്കാരൊന്നും അത്ര ശരിയല്ല. കാര്യം കാണാൻ വേണ്ടി നാരായണയും അത് കഴിഞ്ഞാൽ പൂരായണയാകാതിരുന്നാ മതി. എവളുടെ കാര്യം അലയിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. മോളെ, എൻ്റെ പൊന്നുമോൾ ഒരിക്കലും ദുഃഖിക്കാനിടവരുത്. അത് അച്ഛന് താങ്ങാൻ കഴിയില്ല. ജീവിതത്തിൽ ഇനി എന്ത് തന്നെ സംഭവിച്ചാലും തളർന്നു പോകാതെ ശ്രീ പത്മനാഭസ്വാമിയെ ധ്യാനിച്ച് മുമ്പോട്ട് നോക്കി മാത്രം ജീവിക്കണം. ഇനി അത് മതി ഈ അച്ഛന്. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മോള് വിഷമിക്കണ്ട. ഒരു പ്രശ്നവും വരില്ല. സമാധാനായിരിക്കുക. എന്റെ മോൾ സാക്ഷാൽ ദേവിയാണ്. അവൾ ഒരിക്കലും സത്യവും ധർമ്മവും വിട്ട് ജീവിക്കില്ല. അതുകൊണ്ട് തന്നെ എന്നും ഐശ്വര്യത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ പറ്റും. സംഗീതവും ഭക്തിയും മോളുടെ തോഴിമാരാണ്. ദീർഘസുമംഗലിയായി കഴിയാൻ ഇതൊക്കെ ധാരാളം മതി. ഇന്നാർക്ക് ഇന്നാരെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതേ നടക്കൂ. മാത്രമല്ല, നവദമ്പതികളെ നമ്മുടെ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഹെർ ഹൈനസ് പ്രിൻസസ് പൂയംതിരുനാൾ പാർവതിഭായി തമ്പുരാട്ടിയും കുടുംബത്തിലെ കാരണവരായ ശ്രീ പത്മശ്രീ മധുസാറും ആ പുണ്യ ദാമ്പത്യ വർണ്ണവല്ലരിയിൽ അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞു. അങ്ങനെ അവരുടെ കല്യാണം വളരെ മംഗളമായി നടന്നു. പക്ഷേ അവരുടെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. അമ്മായിയും നാത്തൂനും ബന്ധുക്കളും ഒത്തിരി പീഡിപ്പിച്ചു. ഒന്നും മിണ്ടാതെ മൗനവ്രതവും ശ്രീ പത്മനാഭസ്വാമിയോടുള്ള പ്രാർത്ഥനയുമായി കാലം കഴിച്ചു. അതിനിടയിൽ ഒരു കുഞ്ഞു പിറന്നു. ജോലിയും കിട്ടി. സംഗീത കോളേജിൽ തന്നെ അധ്യാപികയായി. പിന്നീട് ജോലിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഒരു സ്വർഗവാതിലെ ഏകാദശി നാളിൽ ശ്രീ പത്മനാഭനെ കാണാൻ വന്നു. മന്ധരമാർ ഒത്തിരി ശ്രമിച്ചിട്ടും അവരെ വേർപിരിക്കാൻ കഴിഞ്ഞില്ല. തുളസിമാല വാങ്ങാൻ കഴിയാത്ത വിഷമത്തിൽ വരുമ്പോൾ കണ്ടിട്ടേതോ നല്ല കുടുംബത്തിലുള്ളതാണെന്ന് തോന്നുന്നു. ആ, ഐശ്വര്യം പക്വതയുള്ള കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് തോന്നുന്നു. ഏതായാലും സ്വർഗവാതിൽ ഏകാദശിയല്ലേ, ശ്രീ പത്മനാഭസ്വാമി അനുഗ്രഹിക്കട്ടെ. ആ ചേട്ടത്തിയുടെ കൈ പിടിച്ച് നടന്നു വരുന്നുണ്ട്. പത്മനാഭസ്വാമി അനുഗ്രഹിക്കട്ടെ. ഉണ്ണിക്കണ്ണനെ പോലെ ഒരു കുഞ്ഞ് തുളസിമാലയുമായി വന്നു. ലക്ഷ്മി, നീ മറന്നുപോയെങ്കിലും സ്വാമി അത് മറന്നിട്ടില്ല. തുളസിമാല നിനക്കായി ഭഗവാൻ കാത്തുവെച്ചു. വരൂ, നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം.
എന്റെ ശ്രീപത്മനാഭ, ഇല്ല ചേട്ടാ, ഞാൻ മറന്നതല്ല. റോഡിൽ കാറ് നിർത്താനുള്ള സൗകര്യമില്ലാത്തോണ്ട് ഞാൻ വാങ്ങാൻ മടിച്ചതാ. പക്ഷേ സ്വാമി എന്റെ പൊന്നു തമ്പുരാനെ, ശ്രീപത്മനാഭ. എന്നിട്ട് അവസാനം എന്തായി ഗുരുജി? കുട്ടികളെ, ക്ഷമയുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാം, ആഗ്രഹിച്ചതൊക്കെ നേടാം. മൗനമാണ് ഏറ്റവും വലിയ ആയുധം. പാതിവൃത്യവും ഭക്തിയും ഉണ്ടെങ്കിൽ സത്യം വജ്രം പോലെ തിളങ്ങും. ശ്രീ പത്മനാഭസ്വാമി കൂട്ടിച്ചേർത്ത ആ ജീവിതം ആരാലും പിരിക്കാൻ കഴിയില്ല. കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ മനുഷ്യരെയും സൃഷ്ടിക്കുന്ന കാലം വന്നിരിക്കുന്നു. എന്തായിരിക്കും പരിണിത ഫലം? പരീക്ഷണശാലയിലെ കൃത്രിമ ഗർഭപാത്രത്തിൽ മനുഷ്യ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞു. ഏതു നിറത്തിലും രൂപത്തിലും സ്വഭാവത്തിലും ബുദ്ധിയിലും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചു. ഗുരുജി, ഈ ലോകം മുഴുവൻ ഒരു നിമിഷം ഇരുട്ടിലായാൽ, കമ്പ്യൂട്ടറുകൾ നിലച്ചുപോയാൽ, ഇന്റർനെറ്റ് ഡിസ്കണക്ഷൻ. അതേ കുഞ്ഞുങ്ങളെ, ഏതു നിമിഷവും അത് സംഭവിക്കാം. സർവവും നിശ്ചലമാകുന്ന ഒരു ദിവസം വിദൂരതയിലല്ല. ഫ്ലൈറ്റുകൾ ക്യാൻസലാകും. IT ഫീൽഡ്, കമ്പ്യൂട്ടറുകളെല്ലാം നിശ്ചലമാകും. ബാങ്കിംഗ്, ലോകം മൊത്തം നിലയ്ക്കാം. മൈക്രോസോഫ്റ്റ് കമ്പനികൾ, വിൻഡോസ് 11, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഒരു ദിവസം പെട്ടെന്ന് നിശ്ചലമാകും. ജനജീവിതം സ്തംഭിക്കാൻ സാധ്യതയുണ്ട്. മുൻകൂട്ടി ഓരോ കാര്യങ്ങൾക്കും ഒരു കരുതൽ വേണം. ആയതിനാൽ ശ്രീ പത്മനാഭസ്വാമിയെ ധ്യാനിക്കുക. ലോകം മുഴുവൻ സമാധാനവും ശാന്തിയും പകർന്നു കിട്ടാൻ ശ്രീ പരമേശ്വരന്റെ ഹൃദയം താങ്ങി മഹാവിഷ്ണു ഇവിടെ വസിക്കുന്നു. പരബന്ധം, ഏഷണി, നുണ എന്നിവ പുലർത്തുന്നവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഗുരുജി? അങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞാൽ അവരെ കാത്തിരിക്കുന്നത് വളരെ ഭയാനകമായ ഒരു പുനർജന്മമാണ്. ഗുരുജി, ഇനിയും അവതാരങ്ങൾ പ്രതീക്ഷിക്കാമോ? ലോകാവസാനം എത്തിയോ ഗുരുജി? അത് എന്താണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീരില്ല. വളരെ വിശദമായി അടുത്ത സത്സംഗത്തിൽ പറയാം കുഞ്ഞുങ്ങളെ. നമുക്ക് പൂജയ്ക്കു സമയമായി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.